വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പറയുന്ന ഇന്നത്തെ വിഷയം എന്തെന്നാൽ, ഏതൊരു മനുഷ്യനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ജാതകം പരിശോധിച്ചു നോക്കിയാൽ നല്ല സമയവും ഗുണകരമായ കാര്യങ്ങൾ നടക്കാവുന്ന സമയമാണെന്നൊക്കെ പറയും. എന്നാൽ ജാതകവശാൽ പറയുന്ന യാതൊരു കാര്യങ്ങളും ഈ ഇത്തരം വ്യക്തികളിൽ സംഭവിച്ചു കാണുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന മന്ത്രമാണ് പറയാൻ പോകുന്നത്. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാമിതി തോതും വാഞ്ചൽ കഥയതി ഭവാനി ത്വമിതി യാ തദൈവത്വം തസ്മൈ ദിശസി നിജസായൂജ പദവിം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നിരാജിത പദാം. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം കൂടി ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. ഭവാനിത്വം ശിവഭക്തി നിന്തിരുവടി, ദാസേമയി ദാസനായ എങ്കൽ, വിതര ചെയ്താലും, ദൃഷ്ടിം സകരുണാം കരുണയോടുകൂടിയ കടാക്ഷത്തെ, ഇതി സ്തോതും വാഞ്ചൻ കഥയതി എന്നു സ്തോത്രം ചെയ്യുന്നതിന് ഇച്ഛിക്കുന്നവനായി പറഞ്ഞു തുടങ്ങുന്നുവോ. ഭവാനി ത്വമിതി, അലയോ ഭവാനി നിന്തിരുവടി എന്ന്. യാതൊരുത്തൻ, തദൈവ ഭവാനി ത്വമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, ത്വം തസ്മൈ ദിശസി നിന്തിരുവടി അവന് കൊടുക്കുന്നു, നിജ സായൂജ്യ പദവിയും തൻ്റെ സ്വരൂപത്തിനും ചേതനാസ്വരൂപത്തിനും ഭേദമില്ലാതെ ആത്മസായൂജ്യത്തെ, മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നിരാജിത പദാം, വിഷ്ണു ബ്രഹ്മേന്ദ്രന്മാരുടെ കിരീടങ്ങളാൽ പ്രകാശിക്കത്തക്കവണ്ണമുള്ള നീരാഞ്ജനം ചെയ്യപ്പെട്ട പാദങ്ങളോടുകൂടിയ. മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ്. അല്ലയോ ഭവാനി നിന്തിരുവടിദാസനായ എങ്കിൽ കരുണയോടുകൂടിയ കടാക്ഷത്തെ ചെയ്താലും എന്ന് സ്തോത്രം ചെയ്യുന്നതിന് ഇച്ഛിക്കുന്നവനായി യാതൊരുത്തൻ, അല്ലയോ ഭവാനി നിന്തിരുവടി എന്ന് പറഞ്ഞ് തുടങ്ങുന്നുവോ, അപ്പോൾ തന്നെ നിന്തിരുവടി അവന് വിഷ്ണു ബ്രഹ്മേന്ദ്രന്മാരുടെ കിരീടങ്ങളാൽ പ്രകാശിക്കത്തക്കവണ്ണമുള്ള നീരാഞ്ജനം ചെയ്യപ്പെട്ട പാദങ്ങളോടുകൂടിയ ആത്മസായൂജ്യ പദവിയെ കൊടുക്കുന്നു. അല്ലയോ ഭവാനി നിന്തിരുവടിദാസനായ എന്നിൽ കരുണാകടാക്ഷത്തെ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനായി സാധകൻ ഭവാനി നിന്തിരുവടി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ 7 വാക്കുകളോടുകൂടിയ തൻ്റെ പ്രാർത്ഥനാവാക്യത്തിൽ ഭവാനിത്വം എന്ന് 2 വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിന്തിരുവടി ആ സാധകനെ ആത്മതാതാത്മ്യത്തെ കൊടുക്കുന്നു. ആ സായൂജ പദവി വിഷ്ണു ബ്രഹ്മേന്ദ്രന്മാരുടെ കിരീടങ്ങളാൽ സ്ഫുടമാകും വണ്ണം നീരാഞ്ജനം ചെയ്യപ്പെട്ട പാദങ്ങളോടുകൂടിയതാകുന്നു. ആയത് സദാ സ്മരിച്ച് കൊണ്ടിരിക്കുന്ന ദേവദേവന്മാരുടെ കിരീടങ്ങളിലുള്ള രത്നപ്രഭകൾ കൊണ്ട് ദീപാരാധനാ വിധിയാൽ ഉപചരിക്കപ്പെട്ട പാദാരവിന്ദങ്ങളോടുകൂടിയത് എന്നർത്ഥം. ഭവാനിത്വം ദാസേമയി. സ്തുതി വാക്യത്തിൽ ഭവാനിത്വം എന്ന് 2 പദങ്ങളുള്ളതിൽ ഭവാനി എന്ന പദം ലോട്ട് ഉത്തമ പുരുഷൈക വചനമാകൊണ്ട് തൽപാദത്തിന് തുല്യമാണ്. അതിനെ ത്വം പാദത്തോടുന്നയിക്കുമ്പോൾ തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥമായി പരിണമിക്കുന്നു. ഭവാനിത്വം തത്വമസി എന്ന് രണ്ടിനും ഞാൻ നിന്തിരുവടിയായി ഭവിക്കുന്നു എന്ന് അർത്ഥമാകുന്നു. ഈ മഹാവാക്യ പ്രയോഗത്തെ സാധകൻ അറിവ് കൂടാതെയാണ് ഉപയോഗിച്ചത് എങ്കിലും
മഹാകരുണാനിധിയായ ദേവി തൽഫലഭൂതമായ നിജ സായുജ്യത്തെ തന്നെ അവനെ ദാനം ചെയ്യുന്നു. അറിവ് കൂടാതെ സ്പർശിച്ചാലും അഗ്നി ദഹിപ്പിക്കുക തന്നെ ചെയ്യും. അനിച്ഛായാവി സംപുഷ്ടോ ദഹത്യേവ ഹി പാവക എന്നുണ്ട്. ജപഹോമാദ്യുപാസനാവിധികളേക്കാൾ തദാത്മ്യോപാസന ക്ഷണസാധ്യമാകുന്നു എന്ന് താൽപ്പര്യം. അതിന് നിത്യജപം അനിവാര്യമാണ്. നിത്യവും മഹാദേവി പാർവതീദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മന്ത്രജപം 1000 തവണ ജപിക്കുക. 1.5 മാസം ആകുമ്പോഴേക്കും അതിൻ്റേതായ ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുകയും ശത്രുക്കൾ ആരും തന്നെ ഇല്ലാതാവുകയും സർവൈശ്വര്യം നേടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത. ശ്രീചക്രം യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.